വെൽക്കം ടു വൺസ് അക്കാഡമി. ഇന്ന് നമ്മൾ KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ്. മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ സബ്ജക്റ്റ്, കോഡ് EET 203. 3 hours എക്സാമാണ്, 100 മാർക്സിൻ്റെ എക്സാമാണ്. മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2019 സ്കീമാണ്. EET 203 ആണ് എക്സാമിൻ്റെ കോഡ്. മൊഡ്യൂൾ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1 ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ അകത്ത് മൊഡ്യൂൾ 2ൻ്റെ സിലബസിൽ മെഷർമെൻറ്റ് ഓഫ് പവർ, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് 3 phase പവർ മെഷർമെൻറ്റ്, LPF വാട്ട് മീറ്റർ, പിന്നെ മെഷർമെൻറ്റ് ഓഫ് എനർജി, ഇൻഡക്ഷൻ ടൈപ്പ് വാട്ടർ മീറ്റർ, സിംഗിൾ ഫേസ് എനർജി മീറ്റർ, കൺസ്ട്രക്ഷൻ വർക്കിംഗ്, പിന്നെ 2 element ആൻഡ് 3 phase എനർജി മീറ്റർ ഉണ്ട്, ഡിജിറ്റൽ എനർജി മീറ്റർ, പിന്നെ CT, PT, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ ഇറർ, പിന്നെ എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച്, ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയർ, ഇതെല്ലാമാണ് മൊഡ്യൂൾ 2ൻ്റെ സിലബസിൽ വരുന്നത്. ഇനി പാർട്ട് എ ഉണ്ട്. പാർട്ട് എയുടെ ക്വസ്റ്റ്യൻ 2 എണ്ണമാണ്. വാട്ട് ഈസ് എ TOD മീറ്ററും എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയറും. ഇത് 3 മാർക്സിൻ്റാണ്. ഒരു ക്വസ്റ്റ്യൻ 3 മാർക്ക്, അങ്ങനെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് പാർട്ട് എയിൽ വരുന്നത്. നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയർ. ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയറിൻ്റെ വർക്കിംഗ് അറിയണമെങ്കിൽ ഈ ഫിഗർ ഓർക്കുക. ഈ ഫിഗർ വരക്കണം, അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ തിയറി പോർഷൻ, ഇത്രയാണ് വരുന്നത്. ഇൻ ആപ്ലിക്കേഷൻ വെർ പവർ ഈസ് ടു ബി കൺട്രോൾഡ് ഓർ പ്രോസസ്ഡ് ഫോർ ദ ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയർ. ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്ന എവിടെയാണ്? നമ്മളുടെ ആ പവർ വീണ്ടും നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ചെയ്യുകയോ പ്രോസസ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയർ യൂസ് ചെയ്യണം. അതിൻ്റെ അകത്ത് അപ്പോൾ എന്തായിരിക്കും? ഹോൾ എഫക്റ്റ് എലമെൻറ്റ് ഉണ്ടാവും. ഹോൾ എഫക്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എലമെൻറ്റിൽ ഒരു കറൻറ്റ് പാസ് ചെയ്യുകയാണ്. ദ കറൻറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദ കറൻറ്റ് കോയിൽ വിച്ച് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കറൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവിടെ ഒരു കറൻറ്റ് കോയിൽ ഉണ്ടാവും. ഈ ഫീൽഡ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ദ ഹോൾ എഫക്റ്റ് എലമെൻ്റ് ആയിരിക്കും. ആ ഹോൾ എഫക്റ്റ് എലമെൻറ്റിൽ കൂടി കറണ്ട് പോകുമ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് എന്താകും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. കറണ്ട് ഈസ് അതിനുശേഷം എ കറണ്ട് IP is proportional to voltage is passed through the Hall effect element in a direction. ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ IP പോവുകയാണ്. ഈ B എങ്ങനെയാണ് വരുന്നത്? കറണ്ട് I എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് കോയിലിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. അത് ഹോൾ എഫക്റ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടും. ദെൻ ഒരു IP എന്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും? എ കറണ്ട് IP പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. അത് എന്തിലൂടെ പാസ് ചെയ്യും? ഹോൾ എഫക്റ്റ് എലമെൻറ്റിൽ കൂടി പാസ് ചെയ്യും. അത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഇന്നേ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ഫീൽഡ്. ഈ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് IP ഫ്ലോ ചെയ്യും. ദ കറണ്ട് ഈസ് ലിമിറ്റഡ് ബൈ മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് RS. നമുക്കറിയാം വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ട് കറണ്ട് പോകുമ്പോൾ അവിടെ എന്തായിരിക്കണം? ആ എലമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു റെസിസ്റ്റൻസ് വേണം. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് പവർ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത്രയും നമുക്ക് ഈ ഫിഗറിൽ നോക്കാം. ഇതാണ് ഹോൾ എഫക്റ്റ് എലമെൻറ്റ്. നോക്കൂ, ഇവിടെ കറണ്ട് I ഫ്ലോ ചെയ്യുകയാണ്. ഈ കറണ്ട് I കാരണം എന്ത് ചെയ്യുന്നു? അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് കറണ്ട് കോയിൽ. കറണ്ട് I എന്ത് ചെയ്യും? കറണ്ട് കോയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുകൂടാതെ ഇതൊരു അയൺ കോറാണ്. അപ്പോൾ അവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ദെൻ ഒരു IP എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇൻ പ്രൊപ്പോർഷണൽ ടു ദിസ് വോൾട്ടേജ്. ഈ വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ട് എന്ത് ചെയ്യും? പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ ഹോൾ എഫക്റ്റ് എലമെൻറ്റിൽ കൂടി പോവുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? VH = KH × IP × B/T. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ KBI/T. ഇതാണ് ഹോൾ എഫക്റ്റ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. ഇത് ഹോൾ എഫക്റ്റ് കോഎഫിഷ്യൻറ്റ് KH അല്ല K എന്ന് പറയുന്നത്. ഇതാണ് ഹോൾ എഫക്റ്റ് കോഎഫിഷ്യൻറ്റ്. അതിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് കിട്ടിയത്? വോൾട്ടേജിൻ്റെ യൂണിറ്റ് V, പിന്നെ KH, IP B/T. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ട് ഇൻറ്റു മീറ്റർ ബൈ ആംപിയർ വെബർ പെർ മീറ്റർ സ്ക്വയർ. അതാണ് ഇവിടെ എഴുതിയത്. വോൾട്ട് മീറ്റർ ആംപിയർ വെബർ പെർ മീറ്റർ സ്ക്വയർ. KHൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ /T ആണിത്. ടോട്ടൽ ഡിവൈഡ് ബൈ T ആണ് കേട്ടോ. B/T ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്ന ഇക്വേഷൻ. B എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. T എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ഹോൾ എലമെൻ്റ് ആണ്. അപ്പോൾ എന്താണ്? നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കറണ്ട് കോയിലാണ്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ കറണ്ടിന് പ്രൊപ്പോർഷണൽ. അതാണ് B ഈസ് പ്രൊപ്പോർഷണൽ ടു I എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി IP എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? IP ഈസ് ഫ്ലോയിങ് പെർപെൻഡിക്കുലർ ടു B ആൻഡ്
എങ്ങനെയാണ്? അതെന്തിന് പ്രൊപ്പോർഷണലായിട്ടാണ്? വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ടാണ്. അതുകൊണ്ടാണ് IP = V/RS, ഇല്ലെങ്കിൽ IP is proportional to V എന്ന് നമുക്ക് പറയാം. ഈ വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ടാണ് ഇവിടെ IP ഫ്ലോ ചെയ്യുന്നത്. ആ എലമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ റെസിസ്റ്റൻസ് RS പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയത്? ഈ ഹോൾ എഫക്റ്റ് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും ഉള്ളതുകൊണ്ട് ആ ഹോൾ എഫക്റ്റ് എലമെൻറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, VH. അപ്പോൾ VH എന്ന് പറഞ്ഞാൽ KH. ഈ IP എന്തിന് പ്രൊപ്പോർഷണലായി? വോൾട്ടേജിന് പ്രൊപ്പോർഷണലായി. B എന്തിന് പ്രൊപ്പോർഷണലാണ്? കറണ്ടിന് പ്രൊപ്പോർഷണലാണ് അല്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ VH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണലാണ്? ഇൻസ്റ്റൻറ്റേനിയസ് പവറിന് പ്രൊപ്പോർഷണലായി. Vനും Iനും പ്രൊപ്പോർഷണലായി. V × Iന് പ്രൊപ്പോർഷണലായി. അപ്പോൾ എന്തായിരിക്കും ഹോൾ എഫക്റ്റ് വോൾട്ടേജ് തരുന്നത്? ആ പവർ ആയിരിക്കും തരുന്നത്. നമുക്ക് തിയറി നോക്കാം. Output voltage of the Hall effect multiplier is proportional to instantaneous power. ആ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എങ്ങനെയാണെന്ന് ഇക്വേഷനിൽ നമുക്ക് കിട്ടി. VH എന്ന് പറഞ്ഞാൽ KH BI/T ആണ്. ഈ കറണ്ട് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? IP. അത് കറണ്ട് എന്തിന് പ്രൊപ്പോർഷണലായിട്ട് വന്നു? വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ട് വന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് B എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കറണ്ട് Iക്കാണ്. അപ്പോൾ ഈ വോൾട്ടേജ് ഹോൾ എഫക്റ്റ് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് പവർ. The Hall effect voltage, which is the representative of the power, can be processed further for control and other purpose. അപ്പോൾ ഈ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി, ഇല്ലെങ്കിൽ നമുക്ക് മറ്റ് കൺട്രോളിനോ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. This is the major advantage of Hall effect multiplier over electrodynamimeter. Electrodynamimeter വാട്ട്മീറ്ററിന് വെച്ച് നോക്കുമ്പോൾ മേജർ അഡ്വാൻറ്റേജ് ആണിത്. നമുക്കത് പ്രോസസ്സ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും യൂസ് ചെയ്യാം. The output of the latter being deflection of the pointer which cannot be processed further. ഇലക്ട്രോഡൈനാമോമീറ്റർ വാട്ട്മീറ്ററിൽ എങ്ങനെയാണ്? നമ്മളുടെ പവർ എന്ത് ചെയ്യും? ഒരു പോയിന്ററിൽ ഡിഫ്ലക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് നമുക്കതൊരു പ്രോസസ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു വോൾട്ടേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ വോൾട്ടേജ് നമുക്ക് ഫർദർ പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതാണ് ഇക്വേഷൻ. ഈ ഫിഗർ ഉൾപ്പെടെ വരച്ച് കഴിഞ്ഞാൽ 3 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത, വാട്ട് ഈസ് എ TOD മീറ്റർ? ടൈം ഓഫ് ഡേ മീറ്റർ ആണ് TOD മീറ്റർ. ഈസ് എൻ എനർജി മീറ്റർ ദാറ്റ് റെക്കോർഡ്സ്, എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഡിമാൻഡ്, ടൈം ആൻഡ് എനർജി യൂസേജ്. ഡിമാൻഡ്, ടൈം ആൻഡ് എനർജി. എനർജി യൂസേജ് എന്തായിരിക്കും? കിലോവാട്ട് അവറിലുള്ളത്. ഡിമാൻഡ് കിലോവാട്ട്, ടൈം അവറിലോ സെക്കൻഡിലോ കാണിക്കുന്നത്. TOD മീറ്റർ യൂഷ്വലി സ്പ്ലിറ്റ് ദ റേറ്റ്സ് ഇൻടു ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ്. മൾട്ടിപ്പിൾ സെഗ്മെൻ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണ് ആ സെഗ്മെൻറ്റ്സ്? ഓൺ പീക്ക്, ഓഫ് പീക്ക് ആൻഡ് ക്രിറ്റിക്കൽ പീക്ക്. ഇങ്ങനെ ഒരു ഡേയിൽ തന്നെ പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും, പല സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. TOD metering benefits customers by providing reduced usage rate during off-peak times, which gives customers a chance to reduce their utility bill. എന്തിനാണ് ഈ TOD metering? ഈ TOD metering ഓഫ് പീക്ക് അവേഴ്സിൽ മാക്സിമം യൂസ് നടത്തുക. എന്തുകൊണ്ടാണ് ഓഫ് പീക്ക് അവേഴ്സിൽ? നമ്മുടെ ഡെയിലി ഉള്ള എനർജി യൂസേജ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പീക്കുണ്ട്. ഈ പീക്കിൻ്റെ ടൈമിന് എല്ലാവരും യൂസ് ചെയ്യുന്ന ടൈമാണ്. ഫോർ എക്സാമ്പിൾ ഒരു 6 PM to 10 PM. ഈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ലൈറ്റ് എടുക്കുകയും അങ്ങനത്തെ എല്ലാ യൂസേജ് ഈ ടൈമിൽ ഇൻഡസ്ട്രി അങ്ങനത്തെ ഏരിയ കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഈ പീക്ക് കൂടും. അതേസമയം മോർണിംഗ് ഒരു 6 AM to 10 PM to 6 PM. സോറി 10 PM to 6 AM എടുക്കുകയാണെങ്കിലോ മോർണിംഗ് അവേഴ്സ്. ഈ സമയത്ത് എന്താണ്? അധികം ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, ഫാന് മാത്രമേ ഉള്ളൂ, TV അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ടൈമാണ് ഈ ഒരു സമയം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സമയത്ത് ബാക്കി യൂസേജ് കുറവായിരിക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫ്ലാറ്റ് കർവായിട്ട് വരും. ഇങ്ങനെ വരുന്നതാണ് എപ്പോഴും യൂട്ടിലിറ്റിക്ക് നല്ലത്. അതുകൊണ്ടാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീക്കിൻ്റെ അത് കുറച്ചിട്ട് എല്ലാം ഒരേപോലെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ ഓഫ് പീക്ക് അവേഴ്സിൽ യൂസേജ് കൂട്ടിയിട്ട് വിച്ച് ഗിവ്സ് കസ്റ്റമർ ചാൻസ് ടു റെഡ്യൂസ് ദർ യൂട്ടിലിറ്റി ബിൽ. അവരുടെ കസ്റ്റമറിൻ്റെ ആ ബില്ലിൻ്റെ എമൗണ്ട് കുറക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഓഫ് പീക്ക് അവേഴ്സിന് അവർക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ടാവും. TOD metering is also known as time of usage metering. Involves dividing the day into tariff slots with higher rates at peak load period. Peak time ഇല്ല, ആ ടൈമിൽ ഹയർ റേറ്റ് ആയിരിക്കും. ആൻഡ് ലോ താരിഫ് റേറ്റ്സ് അറ്റ് ഓഫ് പീക്ക് ലോഡ്.
ഓഫ് പീക്ക് ആയിട്ടുള്ള സമയത്ത് എന്തായിരിക്കും, റേറ്റ് വളരെ കുറവായിരിക്കും. ആൻഡ് ഇസ് ഓഫൻ സിംപ്ലി ദ കസ്റ്റമേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു കൺട്രോൾ his own usage or pay accordingly. This also allows the utility to plan the transmission infrastructure appropriately. ഇപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്, ഓഫ് പീക്ക് അവേഴ്സ് നോക്കി ആ സമയത്ത് ഫാക്ടറി വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ഇവർക്ക് കറണ്ട് ബില്ല് കുറക്കാൻ സാധിക്കും. TOD metering normally splits rates into an arrangement of multiple segments including on peak, off peak, mid peak. അങ്ങനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ടിപ്പിക്കൽ അറേഞ്ച്മെൻറ്റ് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത് 6 AM to 6 PM, 6 PM to 10 PM and then 10 PM to 6 AM. ഇതാണ് ഓഫ് പീക്ക്. ഈ സമയത്ത് യൂസ് ചെയ്താലാണ് കറണ്ട് കുറവ്. ഇതാണ് പീക്ക്. ഇതൊരു നോർമൽ വർക്കിംഗ് ടൈമാണ്, 6 AM to 6 PM. സാധാരണ ഓഫീസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമാണ്. ലാർജ് കൊമേഴ്ഷ്യൽ യൂസേഴ്സ് ക്യാൻ പർച്ചേസ് പവർ ബൈ ദ അവർ യൂസിങ് ഐദർ ഫോർകാസ്റ്റ് പ്രൈസിങ് ഓർ റിയൽ ടൈം പ്രൈസിങ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാർജ് കൺസ്യൂമേഴ്സിന് പവർ പർച്ചേസ് ചെയ്യുവാണെങ്കിലും ഈ റേറ്റിനനുസരിച്ച് വാങ്ങുവാണെങ്കിൽ അതനുസരിച്ച് അവർക്ക് എമൗണ്ടിന് വ്യത്യാസം വരും. അത് നോക്കി വാങ്ങാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, TOD മീറ്റർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി പാർട്ട് ബി ആണ്. 40 മാർക്സ് ആണ് ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത്. 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 13ഉം 14ഉം. 13 തന്നെ എയും ബിയും ഉണ്ട്. നമുക്ക് നോക്കാം. വിത്ത് നീഡ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ആൻ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്ററിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ 8 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനും. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ എനർജി മീറ്റർ. സിംഗിൾ ഫേസ് എനർജി മീറ്ററിൻ്റെ ടോർക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. അതാണ് 13th ക്വസ്റ്റ്യൻ. 14th റേഷ്യോ ആൻഡ് ഫേസ് ആംഗിൾ എറർ ഓഫ് CT. ഹൗ പവർ ക്യാൻ ബി മെഷർ യൂസിങ് 2 വാട്ട് മീറ്റർ മെത്തേഡ്. അത് ഒരു നീറ്റ് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 13A ക്വസ്റ്റ്യൻ നോക്കാം. 13A. വിത്ത് നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ആൻ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ എന്താണ്? ദിസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ സിമിലർ ഇൻ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് അമ്മീറ്ററും വോൾട്ട് മീറ്ററും പോലെ തന്നെയാണ് വാട്ട് മീറ്ററും. എന്തൊക്കെ കോയിലാണല്ലോ, ഒരു കറണ്ട് കോയിലുണ്ട്, ഒരു പ്രഷർ കോയിലുണ്ട്. 2 കോയിൽസ് ആണ് ഫോർ മെഷർമെൻറ്റ് ഓഫ് പവർ. ഒന്ന് ഫിക്സഡ് കോയിൽ ഏതാണ്, കറണ്ട് കോയിൽ. അതെന്താണ്, ഇൻ സീരീസ് വിത്ത് ദ ലോഡാണ്. സോ ക്യാരീസ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഇതാണ് ഫിക്സഡ് കോയിൽ. ഇതാണ് മൂവിങ് കോയിൽ. Moving coil is connected across the voltage and therefore carries a current proportional to the voltage. A high non-inductive resistance is connected in series with the moving coil to limit the current to a small value. ഇവിടെ എന്ത് ചെയ്യും, ഒരു ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്. എന്തിനാണ്, ഈ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ. ഓക്കെ. സിൻസ് ദ മൂവിങ് കോയിൽ ക്യാരീസ് എ കറണ്ട് പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ഇറ്റ് ഈസ് കോൾഡ് പ്രഷർ കോയിൽ. ഇതിന് പ്രഷർ കോയിൽ എന്നും ഇതിന് കറണ്ട് കോയിൽ എന്ന് പറയും. ഇത് ഫിക്സഡ് കോയിൽ ആൻഡ് ദിസ് ഈസ് മൂവിങ് കോയിൽ, അങ്ങനെയും പറയാം. സിംപ്ലി കോൾഡ് PC ഓഫ് ദ വാട്ട് മീറ്റർ. ഇനി ഫിക്സഡ് കോയിലിനെ കുറിച്ചാണ് പറയുന്നത്. കറണ്ട് കോയിൽ, ഫിക്സഡ് കോയിലിനെ കുറിച്ചാണ് പറയുന്നത്. ദ ഫിക്സഡ് കോയിൽ ക്യാരി ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ദ ആർ ഡിവൈഡഡ് ഇൻ ടു 2 halves. 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ റീസൺ ഫോർ യൂസിങ് ഫിക്സഡ് കോയിൽ ആസ് കറണ്ട് കോയിൽ ഇസ് ദാറ്റ് ദേ ക്യാൻ ബി മെയ്ഡ് മോർ മാസീവ് ആൻഡ് ക്യാൻ ബി ഈസിലി കൺസ്ട്രക്റ്റഡ് ടു ക്യാരി കൺസിഡറബിൾ കറണ്ട്. സിൻസ് ദേ പ്രസൻറ്റ് നോ പ്രോബ്ലം ലീഡ് ഇൻ ദ കറണ്ട്. ഇതിന് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കണം. ലോഡ് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കണം, ആറിൻ്റെ വാല്യൂ കുറവായിരിക്കണം. R = ρl/A ആണ്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയുമ്പോൾ എന്തായിരിക്കണം, തിക്ക് വയറായിരിക്കണം. നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഫിക്സഡ് കോയിൽസ് ആർ വൗണ്ട് വിത്ത് ഹെവി വയർ. എന്തിനാണ് ഹെവി വയർ ആക്കുന്നത്, റെസിസ്റ്റൻസ് കുറക്കാൻ വേണ്ടിയാണ്. ഇവിടെ കൂടി റെസിസ്റ്റൻസ് കുറഞ്ഞാലാണ് കറണ്ട് കൂടുതൽ പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ലോഡ് കറണ്ടാണ് ഫ്ലോ ചെയ്യേണ്ടത്, അവിടെ ഡ്രോപ്പ് കുറവായിരിക്കണം. This wire is stranded or laminated especially when carrying heavy current in order to avoid eddy current loss in conductors. For power measurement involving large load current, it is usually better to use a 5 ampere wattmeter in conjunction with a CT. High current മെഷർ ചെയ്യേണ്ട സമയത്ത് ഇതേ ഡിസൈൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടായതുകൊണ്ട് നമ്മളൊരു CT 5 ആംപിയറിൻ്റെ യൂസ് ചെയ്തിട്ട് ആ 5 ആംപിയർ ആയിരിക്കും നമ്മൾ ഈ കറണ്ട് കോയിലൂടെ പാസ് ചെയ്യുന്നത്. എഡി കറണ്ട് ലിമിറ്റ് ചെയ്യുന്നുണ്ട്, ലാമിനേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട്. ഇതൊക്കെയാണ് ഫിക്സഡ് കോയിലിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് മൂവിങ് കോയിൽ. മൂവിങ് കോയിൽ is mounted on a
pivoted spindle and is entirely embraced by the fixed current coil. അത് ഈ നെക്സ്റ്റ് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. സ്പ്രിംഗ് കൺട്രോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The use of moving coil as a pressure coil is a natural consequence of design requirement. Since the current of the moving coil is carried by instrument springs, it is limited to ഈ കറണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്പ്രിംഗ് കൺട്രോളിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് എന്ത് ചെയ്യണം, ലിമിറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഹൈ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ഇവിടെ സീരീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. which can be carried safely by spring without appreciable heating. Both fixed and moving coils are air cored. രണ്ട് എയർ കോർഡാണ്. അപ്രീഷ്യബിൾ ഹീറ്റിംഗ് ഉണ്ടാവാതെ അതിൽ കറണ്ട് ക്യാരി ചെയ്യാൻ സാധിക്കണം ഈ കോയിലിന്. അതുകൊണ്ടാണ് നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇത് നോക്കൂ, ഇതാണ് രണ്ട് ഫിക്സഡ് കോയിൽ, രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് മൂവിങ് കോയിൽ. മൂവിങ് കോയിലിൽ നിന്നാണ് പോയിൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. കറണ്ട് ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്, ഫിക്സഡ് കോയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. മൂവിങ് കോയിലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കറണ്ടാണ്. IC, IP, നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി കൺട്രോൾ, സ്പ്രിംഗ് കൺട്രോളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡാമ്പിങ് എങ്ങനെയാണ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെങ്കിൽ എഡ്ഡി കറന്റ് ഡാമ്പിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സ്ട്രാ പെർമനൻറ്റ് മാഗ്നറ്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് എ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ത് ചെയ്യും, അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ഫീൽഡ്, വീക്ക് ഓപ്പറേറ്റിംഗ് ഫീൽഡിനെ ഡിസ്ട്രോയ് ചെയ്യും. ഇനി സ്കെയിൽ ആൻഡ് പോയിൻ്റ്, അതിലൊരു മിറർ ടൈപ്പ് സ്കെയിലുണ്ട്, നൈഫ് എഡ്ജ് പോയിൻ്ററാണ്. പാരലാക്സ് എറർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ. അപ്പം നെക്സ്റ്റ് സ്കെയിൽസ് ആൻഡ് പോയിൻറ്റേഴ്സ് ആണ്. ദേ ആർ എക്യുപ്ഡ് വിത്ത് മിറർ ടൈപ്പ് സ്കെയിലാണ്, നൈഫ് എഡ്ജ് പോയിൻ്ററാണ്. അപ്പം നമുക്ക് എറർ ഡ്യൂ ടു പാരലാക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ. അപ്പം ഇൻ ഓൾ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ്, രണ്ട് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബൈ കറണ്ട് ഫ്ലോയിങ് ഇൻ ദ വൈൻഡിങ്സ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. വൈൻഡിങ്ങിൽ കൂടി പോകുന്ന കറണ്ട് കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലക്സ് എങ്ങനത്തെ ആയിരിക്കും, കറണ്ടിനെ പോലെ തന്നെ ഓൾട്ടർനേറ്റിംഗ് ഇൻ നേച്ചറാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ആ ഫ്ലക്സ് EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ EMF കാരണം എന്താ അവിടെ ഫ്ലോ ചെയ്യും, ഒരു എഡ്ഡി കറണ്ട് ഫ്ലോ ചെയ്യും ആ മെറ്റാലിക് ഡിസ്കിൽ. ഒരു തിൻ സർക്കുലർ ഡിസ്ക് അതിൻ്റെ ആക്സിസിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. രണ്ട് പോൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു, P1 ആൻഡ് P2. ആ രണ്ട് പോൾസും എന്ത് ചെയ്യും, ഒരു ഫ്ലക്സ് Φ1 ഉം Φ2 എവിടെ ഉണ്ടാക്കും, ആ പോൾസ് കാരണം രണ്ട് പോൾസ് ഉണ്ട്, രണ്ട് പോൾസും ഫ്ലക്സ് ഉണ്ടാക്കും. ആ ഫ്ലക്സ് ഈ ഡിസ്ക് കട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, എന്താണ്, ഫ്ലക്സ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ EMF ഉണ്ടാകും അല്ലേ. ഫ്ലക്സ് കട്ടിങ് വരുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാകും. അപ്പോൾ എനി ആനുലാർ പോർഷൻ ഓഫ് ദ ഡിസ്ക് വിത്ത് ദ സെൻറ്റർ ഓൺ ദ ആക്സിസ് P1 ഈസ് ലിങ്ക്ഡ് വിത്ത് ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് Φ1. അത് കാരണം അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ആ EMF കാരണം അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ടാണ് എഡ്ഡി കറണ്ട്, I1 എന്ന് പറഞ്ഞിരിക്കുന്നത്. I⁻1 ഉം I⁻2 ആണ് കേട്ടോ. അപ്പോൾ രണ്ട് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, ഫസ്റ്റ് ഫ്ലക്സ് ഏതുമായിട്ടാണ്, എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ബൈ ദ സെക്കൻഡ് ഫ്ലക്സ് കാരണവും. സെക്കൻഡ് ഫ്ലക്സ് Φ2, എഡ്ഡി കറണ്ട് ഏതാണ്, I1 ഉം. ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് ടോർക്ക് ഉണ്ടാകുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഇനി രണ്ട് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ രണ്ട് ടോർക്കിൻ്റെ സമ്മാണ്. ഏതൊക്കെയാണ് ടോർക്ക് ഞാൻ പറഞ്ഞു, ഒരു അലൂമിനിയം ഡിസ്ക് ഉണ്ട്, രണ്ട് പോൾസ് ഉണ്ട്, P1 ഉം P2. ഇവിടെ ഒരു Φ1 ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഒരു Φ2 ഉണ്ടാവുന്നു. അലൂമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് പറ്റും, E1 E2 ഇവിടെ ഉണ്ടാവുന്നുണ്ട്. E1 E2 കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സർക്കുലേറ്റിംഗ് കറണ്ട് I1 ഉം ഇവിടെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് എഡ്ഡി കറണ്ട് I2 ഉം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ Φ1 ഉം I2 ഉം കാരണമാണ് ഒരു ടോർക്ക് ഉണ്ടാവുന്നതെങ്കിൽ ഇത് കാരണമാണ് അടുത്ത ടോർക്ക് ഉണ്ടാവുന്നത്, T1 ഉം T2. ഇതിൻ്റെ അഡീഷൻ ആയിരിക്കും നെറ്റ് ടോർക്ക് വരുന്നത്. ദ ടോട്ടൽ ടോർക്ക് ഇസ് ദ സം ഓഫ് ദീസ് ടു ടോർക്ക്. We now develop an expression for torque. Φ1 and Φ2 എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് ടു ഫ്ലക്സസ് ആണ്. അത് തമ്മിൽ നമ്മളൊരു ഫേസ് ഡിഫറൻസ് വെക്കുകയാണ്, ഒരു ബീറ്റ ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ Φ1 Φm1 sin ωt, Φ2 Φm2 sin ωt മൈനസ് ബീറ്റ. നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ എടുക്കുകയാണ്. കറണ്ട് സിനുസോയിഡൽ പോലെ തന്നെ ഫ്ലക്സും സിനുസോയിഡലാണ്, ഓൾട്ടർനേറ്റിംഗ് നേച്ചറാണ്. അപ്പോൾ അത് തമ്മിലൊരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ωt മൈനസ് ബീറ്റ എടുക്കുന്നത്. ഇനി Φ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വേറെ രീതിയിൽ പറയാം,
ആർ എം എസ് വാല്യൂ എടുക്കുകയാണെങ്കിൽ എന്താ, ആർ എം എസ് വാല്യൂ ഇസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ബൈ √2 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് 5m1/√2 5m2/√2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ദർ ആർ എം എസ് വാല്യൂസ് കിട്ടി. ഇത് കണ്ടോ, ഇത് കുറച്ച് ചെറുതാക്കി എഴുതിയിരിക്കുന്നു, ഇത് കുറച്ച് ഇങ്ങനെ ആക്കി എഴുതുക. അപ്പോൾ നമുക്ക് ആർ എം എസും എന്താണ് ഓൾട്ടർനേറ്റിംഗ് വാല്യൂ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ അതുപോലെ ആർ എം എസ് വാല്യൂ ആണെന്ന് എടുത്ത് മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം വാല്യൂ മനസ്സിലാക്കാൻ ഇവിടെ എം കൊടുത്തിരിക്കുന്ന കാരണം നമുക്ക് മനസ്സിലാവും. ഇനി ഫ്ലക്സ് 5-1 പ്രൊഡ്യൂസസ് ആൻ ഇ എം എഫ് ഇൻ ദ ഡിസ്ക് ബൈ ട്രാൻസ്ഫോമർ റിയാക്ഷൻ. നമുക്കറിയാം ഫ്ലക്സ് കട്ട് ചെയ്യും വരുമ്പോഴത്തേക്കും E1 ഉണ്ടാകുന്നുണ്ട്. ആ E1ൻ്റെ ഇക്വേഷനാണ്. E1ൻ്റെ ഇക്വേഷൻ എന്താണ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ -d∅1/dt ആണല്ലേ. വെനർ ഫ്ലക്സ് കട്ട് ചെയ്യുമ്പോൾ -d∅/dt ആണ്. E1 ഈസ് പ്രൊപ്പോർഷണൽ ടു -d/dt ഓഫ് ∅1. ഇനി ഈസ് പ്രൊപ്പോർഷണൽ ടു -d/dt നമ്മൾ എടുത്തിട്ട് കോമൺ ആക്കിയിട്ട് ∅1 എന്താണ് ഇക്വേഷൻ, 5m1 sin ωt എന്ന് കൊടുത്തു. അപ്പോൾ എന്താണ്, 5m1 അങ്ങനെ തന്നെ എഴുതി. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, cos ωt ഇൻറ്റു ഒമേഗ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് വന്നത്, മൈനസ് അതേ കൂട്ട് തന്നെ ഇടുക, 5m1 അതേപോലെ തന്നെ ഇടുക. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, cos ωt അല്ലേ, cos ωt t കൊണ്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഒരു ഒമേഗ വരും. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയത്, -ω 5m1 cos ωt. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഈ ഒമേഗയെ തന്നെ നമുക്ക് ഫ്രീക്വൻസിയുടെ ടൈം, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. 2π എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ പ്രൊപ്പോർഷണൽ എടുക്കുന്ന കാരണം കോൺസ്റ്റൻ്റ് ടൈം മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, -f 5m1 cos ωt എന്ന് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു E1ൻ്റെ ഇക്വേഷൻ കിട്ടി. E1ൻ്റെ ഇക്വേഷൻ കിട്ടി. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദാറ്റ് E1ൻ്റെ ഡയഗ്രാം നമുക്ക് വരക്കണം, എന്നാലാണ് അത് ലാഗിങ് ആണോ ലീഡിങ് ആണോ എന്ന്. ഇതറിയണമെങ്കിൽ ആദ്യമേ നമ്മൾ ഫേസർ ഡയഗ്രത്തിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ഓർക്കുക, ഇത് കോസ് ആണെങ്കിൽ ഇത് സൈനാണ്. അപ്പം മൈനസ് കോസ് ഏതാണ്, ഇത് മൈനസ് സൈൻ ഇതാണ്. അപ്പം നമുക്ക് E1 എന്താണ്, മൈനസ് കോസ് ωt ആണ്. അപ്പോൾ E1 ഇതാണെന്ന് വിചാരിക്കുക. 5-1 എന്താണ്, സൈൻ ωt ആണ്. അപ്പം 5-1 ഇതാണ്. നമ്മളുടെ ആംഗുലർ റൊട്ടേഷൻ ഇതാണെങ്കിൽ എന്താണ്, E1 എന്താണ്, ലാഗിങ് 5-1/90 ഡിഗ്രി ആണ്. അതാണ് ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ E1 lags 5-1/90 ഡിഗ്രി. ഇങ്ങനെയാണ് അത് കിട്ടുന്നത്. അപ്പോൾ അത് ബേസിക്കായിട്ട് കോസും സൈനും ഇവിടെയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എം എസ് വാല്യൂ. അപ്പോൾ എന്തായിരിക്കും, E1ൻ്റെ ആർ എം എസ് വാല്യൂ എന്താ, സ്മോൾ ലെറ്റർ E1 എടുക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണല്ലോ. അപ്പോൾ ആ ആർ എം എസ് വാല്യൂ എന്താണ്, ആർ എം എസ് വാല്യൂ ക്യാപിറ്റൽ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാക്സിമം വാല്യൂ /√2 -f 5m1/√2 അല്ലേ, 5m1f/√2. നമ്മൾ ആ നെഗറ്റീവ് സൈൻ എടുക്കുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ f 5m1/√2. 5m1/√2 ഓൾറെഡി നമ്മൾ പറഞ്ഞു 5-1 ആണെന്ന്, f × 5-1 ആണ്. ഇനി അടുത്തത് നമുക്ക് ഈ ഫേസർ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഫേസർ ഡയഗ്രത്തിൽ 5-1 ഇവിടെയാണ് വരച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ വരുമ്പം ഇത് കോസും ഇത് ഇത് സൈനും ഇത് മൈനസ് കോസും ആകുമ്പോൾ ഇവിടെ E1-ഉം ഇവിടെ 5-1 ആണെന്ന് പറഞ്ഞു. ഇതേ സാധനം തന്നെ ഒന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത ഡയഗ്രാമാണ് ഈ വരച്ചിരിക്കുന്നത്. ഇങ്ങനെയും വരക്കാം ഈ ഫേസർ ഡയഗ്രാം, അത് തന്നെ അതും വരച്ചാലും തെറ്റില്ല. അപ്പോൾ ഇവിടെ 5-1, ആ 5-1 നമ്മൾ ഒരു 90 ഡിഗ്രി റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ ആക്കുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ 5-1 വന്നിരിക്കുന്നത്. ഇനി E1 എങ്ങനെയാണ്, 90 ഡിഗ്രി ലാഗ് ചെയ്ത് വരക്കണം. അപ്പോൾ 90 ഡിഗ്രി ലാഗ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇത് 5-2 ആണ് കേട്ടോ, ഇത് 5-2 ആണ്. ഇതാണ് 5-1. നമ്മൾ 5-1 ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ E1 ഏതായിരിക്കും,
ലാഗ് ചെയ്ത് ഇത് കിട്ടി. ഇത് തമ്മിലുള്ള ആംഗിളാണ് 90 ഡിഗ്രി. ഇനി അടുത്തത് φ2 വരക്കുവാണെങ്കിലോ അത് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഞാൻ പറയാം, φ1ഉം φ2ഉം തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് ആണ് ബീറ്റ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. φ2 എന്ന് പറഞ്ഞാൽ മൈനസ് ബീറ്റ ആണ്, φ1നേക്കാളും ഒരു ബീറ്റ ഡിഗ്രി കുറവാണ്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ φ2 പ്രൊഡ്യൂസ് ചെയ്യുന്ന E2 ഇതേപോലെ തന്നെ വരുമ്പോൾ E2 എന്ത് ചെയ്യും, ഇവിടെ വരും. അത് തമ്മിലുള്ള ആംഗിൾ എന്താണ്, 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് എന്താണ്, I1ഉം I2 ആണുള്ളത്. I1 I2 അത് തമ്മിലുള്ള ആംഗിൾ നോക്കൂ, രണ്ടും ആൽഫയാണ് ഡിഫറൻസ് തന്നിരിക്കുന്നത്. E1ഉം I1ഉം തമ്മിൽ ആൽഫ, E2ഉം I2ഉം തമ്മിലും ആൽഫ. ഫേസർ ഡയഗ്രം ഇത്രയേ ഉള്ളൂ. E1 ലാഗ്സ് φ1, ഇല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സിനെ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആ ഫേസർ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതേ കൂട്ട് ഈ EMF കാരണം എന്താണ്, അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുക, എന്നാലാണ് നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ തീരുള്ളൂ. അത് കഴിഞ്ഞിട്ട് E2ൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. E1 കാരണം എങ്ങനെയാണ്, E1 സർക്കുലേറ്റ്സ് ആൻ എഡി കറണ്ട് ഹാവിങ് ആൻ RMS വാല്യൂ I1. E1 കാരണം എന്ത് ചെയ്യുന്നു, അവിടെ ഒരു കറണ്ട് I1 ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, I1 = E1/Z. E1ൻ്റെ ഇക്വേഷൻ അറിയാം, F(I1/Z). ഇനി I1 ലാഗ് ദ വോൾട്ടേജ് E1 ബൈ ആൻ ആംഗിൾ ആൽഫ. നമ്മൾ ആ ഫേസർ ഡയഗ്രത്തിൽ കാണിച്ചു. ടാൻ ആൽഫ ഇസ് ദ റേഷ്യോ ഓഫ് ദ, ടാൻ ആൽഫ എന്തായിരിക്കും, X/R ആയിരിക്കും അല്ലേ. ഇസ് ദ റേഷ്യോ ഓഫ് റിയാക്റ്റൻസ് ടു റെസിസ്റ്റൻസ് ഓഫ് പാത്ത് എഡി കറണ്ട്. ആ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വരുന്നത്, ആ അലൂമിനിയം ഡിസ്കിലുള്ള റെസിസ്റ്റൻസും റിയാക്റ്റൻസും കാരണമാണ് ആ കറണ്ട് ലാഗ് ചെയ്യുന്നത്. ആ ലാഗ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷനാണ് ടാൻ ആൽഫ എന്ന് പറഞ്ഞിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഇതേപോലെ. അപ്പം ആ നമ്മളുടെ ടോർക്ക് ഇക്വേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ബാക്കി E2ൻ്റെ ഡെറിവേഷൻ പറയുന്നത്. ടോർക്ക് എന്തുകൊണ്ടാണ്, ആവറേജ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഫസ്റ്റത്തെ കറണ്ടും സെക്കൻഡിലെ ഫ്ലക്സും ആണ്. ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ വോൾട്ടേജ് എത്തി, കറണ്ട് എത്തി, അപ്പം അതേ ഇൻറ്റു സെക്കൻഡ് ഫ്ലക്സ് ആണ്. അപ്പോൾ എന്താ, φ2 I1, φ2 × I1 ആണ് എടുക്കേണ്ടത്. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത്, φ2 I1 ഇത് തമ്മിലുള്ള ആംഗിൾ എങ്ങനെയാണ്, ഇത്രയാണ് വരുന്നത് അല്ലേ. ഇത്രയെന്ന് പറയുമ്പോഴത്തേക്കും ഇത് 90 ആണ്. അപ്പം ഈ ആംഗിൾ, ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 90 - ബീറ്റ. 90 - ബീറ്റ വരുമ്പോൾ ഈ 90ന് ഈ ബീറ്റ പോയി ഇത്ര ആംഗിൾ കിട്ടി. ഇത് ബീറ്റ, ഇത് 90. ഈ 90ന് ബീറ്റ പോയി കഴിഞ്ഞപ്പം ഇത്ര ആംഗിൾ നമുക്ക് 90 - ബീറ്റ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് φ2ഉം I1ഉം. 90 - ബീറ്റ, ഈ ആംഗിളും കൂടി ആഡ് ചെയ്യണം, പ്ലസ് ആൽഫ. അതാണ് 90 - ബീറ്റ പ്ലസ് ആൽഫ. അപ്പോൾ എന്താണ്, φ2 × I1 കോസ് 90 - ബീറ്റ പ്ലസ് ആൽഫ വന്നത്. ഇനി ഓരോന്നിൻ്റെ ഇക്വേഷൻ എഴുതുക. φ2 അതേ കൂട്ട് എഴുതുക. I1ൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി, φ1 × F/Z എന്ന് നമ്മൾ എഴുതി. φ1 × F/Z കോസ് 90 - ബീറ്റ പ്ലസ് ആൽഫ കിട്ടി. ഇതാണ് ടോർക്ക് 1. ഇനി അതുകൂട്ട് φ2 എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, E2 ഉണ്ടാകും. I2 കാരണം കറണ്ട് I2. I2 എങ്ങനെയായിരിക്കും, എല്ലാം പഴയതുപോലെ തന്നെയാണ്. ഒരു ആംഗിൾ ഡിഫറൻസ് ബീറ്റ മൈനസ് ബീറ്റയുടെ ഡിഫറൻസ് മാത്രമേ φ2-നുള്ളൂ. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസ് വരുന്നുണ്ടോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, ഇല്ല. ബീറ്റ കാരണം അവിടെ ഒരു ഡെറിവേറ്റീവിന് ഡിഫറൻസ് വരുന്നില്ല. അതുകൊണ്ട് E2 ഈസ് പ്രൊപ്പോർഷണൽ ടു F × φ2. I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, F × φ2/Z. അതെല്ലാം അങ്ങനെ തന്നെ വരുന്നു. അപ്പോൾ എന്താണ്, ഇവിടുത്തെ കറണ്ടിൻ്റെ ഇക്വേഷൻ, ടോർക്കിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും, ടോർക്ക് 2 എങ്ങനെയാണ്, φ1 I2. ഇനി എന്താണ്, കോസ് ആംഗിൾ എടുക്കണം. ആംഗിൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്, φ1ഉം I2. അപ്പോൾ ഇത്രയും ആംഗിൾ വരണം. ഏതൊക്കെ വരണം, ബീറ്റ വരണം, ഈ 90 ഡിഗ്രി വരണം, ഈ ആൽഫ വരണം. അപ്പോൾ കോസ് 90 + ബീറ്റ പ്ലസ് ആൽഫ. ഓക്കെ, കോസ് 90 + ആൽഫ പ്ലസ് ബീറ്റ. എന്നിട്ട് ഇക്വേഷൻ എന്ത് ചെയ്യണം, φ1 φ2 F/Z കോസ് 90 + ആൽഫ പ്ലസ് ബീറ്റ വന്നു. ഇനി എന്ത് ചെയ്യാണ്, ഈ രണ്ട് ടോർക്കും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ ടോർക്കും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നെറ്റ് ടോർക്ക് കിട്ടുന്നത്. അതിൻ്റെ തിയറി നമുക്കൊന്ന് വായിക്കാം. ലെറ്റ് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് ആസ് ഷോൺ
assume that the instant under consideration both fluxes are increasing. According to Lenz's law shows that the direction of current I1 and I2 as indicated in figure 12.1. Okay, applying the left hand rule we can find the നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലെൻസസ് ലോ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഡയഗ്രാം വരച്ച കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തു. സിമിലർലി ഫ്ലക്സ് Φ1 interacting with I2 produce a force F2 from left to right and two fluxes are in opposite direction. അതുകൊണ്ട് എന്താണ് TD1 മൈനസ് TD2 ആണ് വരുന്നത്. രണ്ടിൻ്റെയും ഡിഫറൻസ് എന്തുകൊണ്ടാണ്? ഒരു ഫ്ലക്സ് ഈ ഡയറക്ഷനിലും മറ്റേത് ഇങ്ങനെയും വരുമ്പോഴത്തേക്കും നെറ്റ് ടോർക്ക് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും? സിമിലർലി ഫ്ലക്സ് Φ1 interacting with I2 produce a force F2 acting from left to right. ഇതാണ് TD1 എങ്കിൽ since the two forces are in opposite direction, they produce two torque TD1 and TD2 in different direction. അതുകൊണ്ട് തന്നെ TD is equal to TD1 minus TD2. ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമ്മളത് പ്രൂവ് ചെയ്യാണ്. അത് ഈ ഫ്ലക്സ് Φ1ഉം I2ഉം കൂടി ഉള്ളത് ലെഫ്റ്റ് ഹാൻഡ് റൂള് നമ്മൾ ആ സർക്കുലർ ഡിസ്കിൽ എടുക്കുമ്പോഴത്തേക്കാണ് TD1 ഇങ്ങനെയും TD2 ഇങ്ങനെയും കിട്ടും. അതുകൊണ്ട് നെറ്റ് ടോർക്ക് ഡിഫറൻസ് എടുക്കുകയാണ്. അപ്പം ഡിഫറൻസ് എങ്ങനെയാണ് എടുക്കുന്നത്? Φ1 Φ2 F/Z cos 90 മൈനസ് ബീറ്റ പ്ലസ് ആൽഫയും cos 90 പ്ലസ് ബീറ്റ പ്ലസ് ആൽഫയും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയ ആ സാധനങ്ങളെല്ലാം നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്തെടുക്കുകയാണ്. Φ2 Φ1 F/Z എടുത്തിട്ട് cos 90 പ്ലസ് ബീറ്റ മൈനസ് ആൽഫയിൽ നിന്ന് cos 90 പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ മൈനസ് ചെയ്യാണ്. അത് മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? cos 90 മൈനസ് തീറ്റ എന്താണെന്ന് അറിയണം. cos 90 മൈനസ് തീറ്റ ഇസ് ഇക്വൽ ടു cos A cos B പ്ലസ് sin A sin B. cos 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ എന്താ? പ്ലസ് sin A sin B. sin 90 1 ആണ്. അപ്പോൾ sin തീറ്റ മാത്രം എഴുതിയാൽ മതി. sin ബീറ്റ മൈനസ് ആൽഫ സൈൻ ബീറ്റ പ്ലസ് ആൽഫ ഇതാണ് കേട്ടോ ഇതിന് പറഞ്ഞത്. ഈ ടേം നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ സൈൻ ബീറ്റ പ്ലസ് ആൽഫ കിട്ടും. ഇനി cos 90 പ്ലസ് തീറ്റ cos 90 പ്ലസ് തീറ്റ cos A cos B മൈനസ് സൈൻ A സൈൻ B മൈനസ് സൈൻ A സൈൻ B മൈനസ് സൈൻ തീറ്റ വരും. മൈനസ് സൈൻ ബീറ്റ പ്ലസ് ആൽഫ വരും. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസ് കൂടി വരുമ്പോൾ സൈൻ ബീറ്റ പ്ലസ് ആൽഫ സൈൻ ബീറ്റ പ്ലസ് ആൽഫ സൈൻ ബീറ്റ മൈനസ് ആൽഫ സൈൻ ബീറ്റ മൈനസ് ആൽഫ പ്ലസ് സൈൻ ബീറ്റ പ്ലസ് ആൽഫ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ TD is equal to TD1 മൈനസ് TD2 ആണെന്ന് നമ്മൾ പറഞ്ഞു. TD is equal to TD1 മൈനസ് TD2. ഇന്നത്തെ കോമൺ ടേംസ് ആയിട്ടുള്ള Φ1 Φ2 F/Z നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതാണ്? cos 90 മൈനസ് ബീറ്റ പ്ലസ് ആൽഫയും മൈനസ് cos 90 പ്ലസ് ബീറ്റ പ്ലസ് ആൽഫയും ആണുള്ളത്. cos 90 മൈനസ് തീറ്റ എന്താണ്? cos A cos B പ്ലസ് sin A sin B. അപ്പോൾ പ്ലസ് സൈൻ തീറ്റയാണ് അല്ലേ? അപ്പോൾ cos 90 മൈനസ് കോമൺ ആക്കുമ്പോൾ എന്താ? ബീറ്റ മൈനസ് ആൽഫ വരും അല്ലേ? cos 90 മൈനസ് ബീറ്റ മൈനസ് ആൽഫ. അപ്പോഴാണ് നമുക്ക് cos 90 മൈനസ് തീറ്റ ആവുന്നത്. അപ്പോൾ എന്തായി? സൈൻ തീറ്റ സൈൻ ബീറ്റ മൈനസ് ആൽഫ. ഇനി ഇതോ മൈനസ് ആയിരിക്കില്ലേ? cos 90 പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ cos A cos B മൈനസ് സൈൻ A സൈൻ B മൈനസ് സൈൻ തീറ്റയാണ്. മൈനസ് സൈൻ ബീറ്റ പ്ലസ് ആൽഫ മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ? സൈൻ ബീറ്റ പ്ലസ് ആൽഫ. അപ്പോൾ എന്താ? സൈൻ ബീറ്റ മൈനസ് ആൽഫ പ്ലസ് സൈൻ ബീറ്റ പ്ലസ് ആൽഫ. ഇനി അതിനെ എന്ത് ചെയ്യണം? ഇലാബറേറ്റ് ചെയ്യുക. സൈൻ ബീറ്റ മൈനസ് ആൽഫ എന്താ? sin A cos B minus cos A sin B plus sin A
കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. കോസ് ബീറ്റ സൈൻ ആൽഫ ഉണ്ട്, സൈൻ ബീറ്റ കോസ് ബീറ്റ സൈൻ ആൽഫ എന്ത് ചെയ്യുന്നു, ടേം ഇത് നെഗറ്റീവ് ആയത് കാരണം അത് രണ്ടും ക്യാൻസൽ ആവുന്നു. സൈൻ ബീറ്റ കോസ് ആൽഫയാണ്, അത് 2 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ എന്താ, പ്രപ്പോർഷണൽ എടുക്കുമ്പോൾ 5/1/2 എഫ് ബൈ ഇസഡ്, ഇത് എഫ് ആണ്. എഫ് ബൈ ഇസഡ് ഇസിക്കൽ ടു സൈൻ ബീറ്റ കോസ് ആൽഫ വരും. സൈൻ ബീറ്റ കോസ് ആൽഫ വരുന്നു. മറ്റേ ടേം ക്യാൻസലായി പോകും. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ഇക്വേഷൻ 12.10 ദ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കോസ് ആൽഫ. അപ്പോൾ ടോർക്ക് എന്തിന് പ്രപ്പോർഷണലാണ്, കോസ് ആൽഫയ്ക്കും സൈൻ ബീറ്റക്കുമാണ്. അപ്പോൾ എന്താണ്, ഇൻ ഓർഡർ ടു ഹാവ് ടോർക്കിൻ്റെ വാല്യൂ മാക്സിമം ആവണമെങ്കിൽ ആൽഫയുടെ വാല്യൂ എങ്ങനെയായിരിക്കണം, ആൽഫയുടെ വാല്യൂ കുറവായിരിക്കണം. ഇറ്റ് ഷുഡ് ബി നിയർ ടു 0 ആസ് പോസിബിൾ. കോസ് 0 ആണ് 1 വരുന്നത്, അപ്പോൾ അത് നിയർ ടു 0 ആയിരിക്കണം. അതിൻ്റെ മീനിങ് എന്താ, ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ എന്തിന് എങ്ങനെയാണ് വന്നത്, ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ ആൽഫ ഇസിക്കൽ ടു x/r നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റിയാക്റ്റൻസ് ടേം എങ്ങനെയായിരിക്കണം, കുറക്കണം അല്ലേ. ഇൻസ് ദ പാത്ത് ടു ദ എഡി കറന്റ് ഷുഡ് ബി ഹൈലി റെസിസ്റ്റീവ്. ഇൻ ഓർഡർ ടു ദാറ്റ് ടോർക്ക് ലാർജ് ആവാൻ വേണ്ടി എന്തായിരിക്കണം, അതിൻ്റെ അകത്ത് റെസിസ്റ്റീവ് പാത്ത് മാക്സിമം ആക്കണം. അപ്പോൾ എന്താകും, കോസ് ആൽഫ അപ്രോക്സിമേറ്റ്ലി 1 വരും. ഇനി ബീറ്റയുടെ ടേംസ് എങ്ങനെയാണ്, സൈൻ 90 പോകണം അല്ലേ. അപ്പോൾ എന്താ, ദ ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബീറ്റ, ദെർഫോർ ആംഗിൾ ബീറ്റ ഷുഡ് ബി നിയർ ടു 90 ഡിഗ്രി. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 5-1 5-2 തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് ആണ്. അപ്പോൾ എന്താ, ബീറ്റ ലാർജ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, രണ്ട് ഫ്ലക്സുകളും തമ്മിൽ എന്ത് ചെയ്യണം, മാക്സിമം ഒരു നിയർ ടു 90 ഡിഗ്രിയുടെ ഫേസ് ഷിഫ്റ്റ് വേണം. മാക്സിമം ടോർക്ക് ഇസ് അച്ചീവ്ഡ് വെൻ ബീറ്റ ഇസിക്കൽ ടു 90 ഡിഗ്രി വെൻ 2 ഫ്ലക്സ് ആർ ഡിസ്പ്ലേസ്ഡ് ബൈ 90 ഡിഗ്രി. ഇങ്ങനെയാണ് നമുക്ക് ടോർക്ക് ഇക്വേഷൻ ഓഫ് ആൻ എനർജി മീറ്റർ കിട്ടുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് 14th ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ റേഷ്യോ ആൻഡ് ഫേസ് ആംഗിൾ ഇറർ ഇൻ എ കറണ്ട് ട്രാൻസ്ഫോമർ. സി ടിയിലെ റേഷ്യോ ഇററും ഫേസ് ആംഗിൾ ഇറർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഒരു ഡെറിവേഷനാണ്. ആദ്യമേ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയ്ക്ക് മുമ്പ് ആദ്യമേ സി ടിയുടെ ഫേസർ ഡയഗ്രാം. I0 ഉണ്ട്, ഒരു ആൽഫ ഡിഫറൻസിലാണ്. I0 തന്നെ IM ഉണ്ട്, IE ഉണ്ട്. ഇതാണ് ഫ്ലക്സിന് ഇൻഡയറക്ഷനിലായിട്ടുള്ളത്. ഇത് IM, ഇത് വർക്കിംഗ് കമ്പോണൻറ്റ് IE, ഇത് മാഗ്നറ്റൈസിങ് കറണ്ട്. ഇനി എന്താണ്, സെക്കൻഡറി കറണ്ടിന് പ്രൊപ്പോർഷണലായിട്ട് പ്രൈമറിയിൽ പോകുന്ന NIS ഉണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടി ഫേസർ സമാണ് IP, പ്രൈമറി കറണ്ട് IP കിട്ടുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഈ IPയുടെ ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത്. പൈതഗോറസ് തിയറം വെച്ച് IP സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BC സ്ക്വയറും OB സ്ക്വയറും ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, BCയും OBയും എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് മുമ്പ് ആംഗിൾ V ഈ ആംഗിൾ എത്രയാണെന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. കാരണം എന്താ, നമുക്ക് ഇതെത്രയാണെന്ന് അറിയണമെങ്കിൽ ഈ ആംഗിൾ അറിഞ്ഞാൽ ഇത് നമുക്കറിയാം, ഇത് I0 ആണെന്ന് നമുക്കറിയാം, ഇത് I0 ആണെന്നറിയാം. അപ്പോൾ ഈ I0 വെച്ചിട്ടാണ് കോസും സൈനും എടുത്താലാണ് നമുക്ക് ഈ ABയും BCയുടെ വാല്യൂ കിട്ടുള്ളൂ. ഇത് നമുക്ക് NIS ആണെന്ന് ഇതറിയാം, ഇവിടം വരെ NIS ആണെന്നറിയാം. അപ്പം ഇതും കിട്ടാൻ വേണ്ടി ഈ ആംഗിൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം, I0 ആൽഫ ഡിഗ്രി എക്സ് ആക്സിസിനാണ്. ഇത് I0ക്ക് പ്രൊപ്പോർഷണലായിട്ടാണല്ലോ ഇത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് ആൽഫയാണ്. ഓക്കെ, ഇനി ഇത് ഈ ലൈൻ പോയിരിക്കുന്നത് എങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ Y ആക്സിസിൽ നിന്ന് ഡെൽറ്റ മാറിയിട്ടാണ് വരച്ചിരിക്കുന്നത്. സോ ഇത് ഡെൽറ്റയാണ്, ഇത് മൊത്തത്തിൽ 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും, 90 മൈനസ് ആൽഫ മൈനസ് ഡെൽറ്റ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 90 മൈനസ് ആൽഫ മൈനസ് ഡെൽറ്റയാണ് ഈ ആംഗിൾ. ഇത് കിട്ടിയെങ്കിൽ നമുക്കിനി ABയും ACയും എന്താണെന്ന് നോക്കാം. ഇത് I0 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ I0 തന്നെയാണ് ഇവിടെ നമ്മൾ ഫേസർ സമ്മിന് വരച്ചത്. ഈ I0 അറിയാമെങ്കിൽ ഇത് എന്തായിരിക്കും, AB എന്തായിരിക്കും, I0 കോസ് 90 മൈനസ് ആൽഫ മൈനസ് ഡെൽറ്റ ആയിരിക്കും. AB ഇവിടെ ഉണ്ട്, ഒരു സെക്കൻഡ്.
ഓക്കെ, നമുക്ക് നോക്കാം. ഇക്വേഷനിലുണ്ട്, നമുക്ക് നോക്കാം. cos 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു cos 90 മൈനസ് തീറ്റ cos എ cos ബി പ്ലസ് സൈൻ എ സൈൻ ബി പ്ലസ് സൈൻ തീറ്റയാണ് വരുന്നത്. അപ്പോൾ I0 സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫ വരും അല്ലേ, സൈൻ ആൽഫ പ്ലസ് ഡെൽറ്റ. ഇത് cos 90 മൈനസ് കോമൺ എടുത്ത് കഴിയുമ്പോൾ ആൽഫ പ്ലസ് ഡെൽറ്റ വരും, ഇങ്ങനെ വരില്ലേ, അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I0 സൈൻ ആൽഫ പ്ലസ് ഡെൽറ്റ. യെസ്, ഇത് എഴുതിയിരിക്കുന്നു. എ ബി ഇസ് ഈക്വൽ ടു I0 സൈൻ ആൽഫ പ്ലസ് ഡെൽറ്റ. ഇനി അടുത്തതോ ബി സി എന്താണെന്ന് നോക്കാം. ബി സി എന്താണ്? I0 കോസ് അല്ല സൈൻ എന്താണ് 90 മൈനസ് ആൽഫ പ്ലസ് ഡെൽറ്റ, ഇതാണ്. അപ്പോൾ എന്താണ് സൈൻ 90 മൈനസ് തീറ്റ എന്താണ്? സൈൻ 90 മൈനസ് സൈൻ എ സൈൻ ബി സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി. ഓക്കെ, അപ്പോൾ പ്ലസ് സൈൻ തീറ്റയാണ് വരുന്നത്. I0 സൈൻ ആൽഫ പ്ലസ് ഡെൽറ്റ. സോറി സൈൻ 90 മൈനസ് തീറ്റ അല്ലേ, സൈൻ 90 മൈനസ് തീറ്റ സൈൻ എ കോസ് ബി ആണ്, സൈൻ 90 കോസ് ബീറ്റ, സോറി കേട്ടോ, കോസ് തീറ്റയാണ് വരുന്നത്. അപ്പം ഇവിടെ കോസ് ആൽഫ പ്ലസ് ഡെൽറ്റയാണ്. ഈ ഡെറിവേഷൻ എല്ലാം ഈ രീതിയിൽ ഓർത്ത് വെച്ച് തന്നെ ചെയ്യണം, അല്ലാതെ ബി സി എന്ന് പറഞ്ഞാൽ I0 കോസ് ആൽഫ പ്ലസ് ഡെൽറ്റയാണ് അങ്ങനെ കാണാതെ പഠിച്ചു പോകരുത്. ഡിറൈവ് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് തെറ്റ് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും ഇത് കാണാതെ പഠിച്ചു പോകരുത്. അപ്പം I0 കോസ് ആൽഫ പ്ലസ് ഡെൽറ്റ കിട്ടി. ഓരോ തവണ ഇങ്ങനെ തന്നെ എഴുതി ആലോചിച്ച് പോയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? OC സ്ക്വയർ ആണ്. OC സ്ക്വയർ എന്ന് പറഞ്ഞാൽ IP സ്ക്വയർ ആണ്. IP സ്ക്വയർ എന്ന് പറഞ്ഞാൽ BC സ്ക്വയർ പ്ലസ് ഇതാണ്. BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, I0 കോസ് ഡെൽറ്റ പ്ലസ് ആൽഫ. BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I0 കോസ് ഡെൽറ്റ പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ. ഇനി ഈ ടേമോ, ഈ ടേം എന്താ? OA പ്ലസ് AB. OA നമുക്കറിയാം NIS ആണ്, നമ്മൾ ഓൾറെഡി അറിയാം, സെക്കൻഡറിയുടെ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കറണ്ടാണ്. NIS കിട്ടും. NIS പ്ലസ് I0 സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫയാണ് AB. അപ്പോൾ എന്താണ്? NIS പ്ലസ് I0 സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി എന്താണ്? അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. NIS ദ ഹോൾ A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് ഈ കിടക്കുന്നത് അല്ലേ. N സ്ക്വയർ IS സ്ക്വയർ പ്ലസ് I0 സ്ക്വയർ സൈൻ സ്ക്വയർ ഡെൽറ്റ പ്ലസ് ആൽഫ 2n ഇൻറ്റു IS I0 സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫ പ്ലസ് I0 കോസ് സ്ക്വയർ ഡെൽറ്റ പ്ലസ് ആൽഫ. ഇനി എന്താണ്? I0 തന്നെ ഇവിടെയുണ്ട്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ എന്താ? N സ്ക്വയർ IS സ്ക്വയർ പ്ലസ് I0 സ്ക്വയർ പ്ലസ് 2NS NIS I0 സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി IP ആണിതല്ലേ, IP സ്ക്വയർ ആണ്. അപ്പം IP എന്തായിരിക്കും? ഇതിൻ്റെ ഒരു റൈസ് ടു 1/2 ഇട്ടാൽ മതി. N സ്ക്വയർ I സ്ക്വയർ പ്ലസ് 2n IS I0 സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫ പ്ലസ് I0 സ്ക്വയർ ഹോൾ റൈസ് ടു 1/2. ഇനി ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇററാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. ആ ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ആണ് ആക്ച്വലി വരേണ്ടത്, എന്നിൻ്റെ കൂടെ വേറെന്തോ ഒരു ടേം കൂടി വരണുണ്ട്, അതാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? IP ബൈ IS. IP ബൈ IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NIS ആയിരുന്നു വരേണ്ടത്, പക്ഷെ അതല്ല വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ? IP NIS ഈ ഒരു വലിയ ടേം ഡിവൈഡഡ് ബൈ IS. ഇനി ഈ I0ൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? വളരെ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ ഈ I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനോട് അപ്രോക്സിമേറ്റ് ചെയ്യാം? I0 സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫ എന്ന് നമുക്ക് ഈ I0 തന്നെയാണ് ഇതെന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അങ്ങനെ അസ്യൂം ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? N സ്ക്വയർ IS സ്ക്വയർ പ്ലസ് 2n IS I0 സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫ. ഈ I0 സ്ക്വയർ നമ്മൾ എന്തെഴുതും? I0 സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? IS കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. IS കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ N ഇൻറ്റു IS റൈസ് ടു 1/2 ഉണ്ട്. അതുകൊണ്ട് NIS പുറത്തു വന്നു. I0 സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫ
പുറത്തു വന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, IS കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നോക്കൂ, ഫേസ് ആംഗിൾ എറർ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. n + I0/IS sin ഡെൽറ്റ പ്ലസ് ആൽഫയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫേനെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പാൻഡ് ചെയ്യാണ്. sin A cos B + cos A sin B. സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫയെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. നമുക്കറിയാം I0 cos ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IM ആണ്, IM സൈൻ ഡെൽറ്റ. I0 സൈൻ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IE ആണ്, IE cos ഡെൽറ്റ പ്ലസ് /IS. ഇനി ഇപ്പം എന്ത് കിട്ടി, ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്നായിരുന്നു വരേണ്ടത്, എന്നിൻ്റെ കൂടെ ഈ ഒരു ടേം കൂടി വരുന്നുണ്ട്. അതാണ് നമുക്ക് കിട്ടുന്ന ഇററെങ്കിൽ. അടുത്തത് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഈ പെർസെൻറ്റേജ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KN - R/R ആണ്. ആക്ച്വൽ വാല്യൂ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡിറൈവ്ഡ് വാല്യൂ നമുക്ക് കിട്ടിയ വാല്യൂ മൈനസ് ചെയ്തിട്ടുള്ള പെർസെൻറ്റേജ് എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് കിട്ടിയത് റേഷ്യോ എറർ ആണെങ്കിൽ ഇനി ഫേസ് ആംഗിൾ എറർ നമ്മൾ ഇതേകൂട്ട് തന്നെ കണ്ടുപിടിക്കണം. റേഷ്യോ എറർ നമുക്ക് കിട്ടി. ഇനി അടുത്തത് എന്താണ്, ഫേസ് ആംഗിൾ എററാണ്. ഫേസ് ആംഗിൾ എറർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ദ ആംഗിൾ ബൈ വിച്ച് സെക്കൻഡറി കറണ്ട് ഫേസർ വെൻ റിവേഴ്സ്ഡ് ഡിഫർ ഇൻ ഫേസ്. നമ്മൾ ഈ കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ IP ആയിട്ട് തന്നെ റിവേഴ്സ് ചെയ്ത് വരണമായിരുന്നു. പക്ഷെ അല്ല, ഒരു തീറ്റയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്, ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ എടുക്കണം നമ്മൾ, അല്ലേ? അതാണ് ഫേസ് ആംഗിൾ എറർ. നമുക്ക് ആ സെക്കൻഡറി കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കറണ്ട് IP അതേ ഡയറക്ഷനിൽ തന്നെ വരുന്നില്ല. അതാണ് ആ എറർ നോക്കുന്നത്. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടാൻ തീറ്റ = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് BC/OB. BC/OB. OB എന്ന് പറഞ്ഞാൽ OA + AB ആണ്. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ നിന്ന് I0 cos ഡെൽറ്റ പ്ലസ് ആൽഫയും NISഉം I0 sin ഡെൽറ്റ പ്ലസ് ആൽഫയും എടുക്കുന്നു. I0 cos ഡെൽറ്റ പ്ലസ് ആൽഫ/NIS. ഇതിപ്പം തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എടുക്കും, അല്ലേ? ടാൻ ഇൻവേഴ്സ് ഈ വാല്യൂ. അപ്പോൾ ഇതെന്താ, ഈ ടോട്ടൽ വാല്യൂ ടാൻ ഇൻവേഴ്സ് ഇത് ആംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ എന്താ, റേഡിയൻസ് ആയിട്ട് എടുക്കുകയാണ്. റേഡിയൻസ് മാറ്റി ഡിഗ്രി ആക്കുമ്പോൾ എന്താ, ഡിഗ്രി ആക്കുമ്പോൾ 180/π മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി എന്ത് ചെയ്യണം, നമ്മൾ I0 sin ഡെൽറ്റ പ്ലസ് ആൽഫ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അത് വി നെഗ്ലക്റ്റ് ദ ടേം I0 sin ഡെൽറ്റ പ്ലസ് ആൽഫ. നേരത്തേൽ നമ്മളിവിടെ ഒരു ടേം I0 sin ഡെൽറ്റ പ്ലസ് ആൽഫ വന്ന ടേം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ ഇവിടെയും നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യാണ്. അത് നെഗ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ I0 cos ഡെൽറ്റ പ്ലസ് ആൽഫ/NIS വരും. ഇവിടെ ചെയ്ത പോലെ തന്നെ കോസ് ഡെൽറ്റ പ്ലസ് ആൽഫേനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പം മൈനസ് ഡെൽറ്റ പ്ലസ് ആൽഫ കോസ് 90 + cos A + B എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് വരുന്നു. I0 cos ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IM ആണ്. IM cos ഡെൽറ്റ - IE sin ഡെൽറ്റ. ഇത് റേഡിയൻസിലാണ്. ഇനി ഡിഗ്രിയിലാക്കണമെങ്കിൽ 180/π ചെയ്യാം. ഇതാണ് ഫേസ് ആംഗിൾ എറർ. 180/π IM cos ഡെൽറ്റ - IE sin ഡെൽറ്റ/NIS. ഇനി ഇത് റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ റേഷ്യോ എററും കുറക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം, n + IM ഇതാണല്ലോ ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കണം, കോസ് ഡെൽറ്റ ഈ ഡെൽറ്റയുടെ വാല്യൂ എങ്ങനെയായിരിക്കണം, കുറവായിരിക്കണം. അപ്പം അതെങ്ങനെ വരണം, കോസ് ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1നോട് അസ്യൂം ചെയ്യണമെങ്കിൽ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിട്ട് വരും. അല്ല ക്ഷമിക്കണം, കോസ് ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1നോട് അപ്രോക്സിമേറ്റ് ചെയ്യണം. ഡെൽറ്റേൻ്റെ വാല്യൂ 0 ആയിട്ട് വരണം. അതുകൊണ്ട് അപ്പം ഡെൽറ്റ 0 ആകുമ്പോൾ സൈൻ ഡെൽറ്റ എന്തായി, 0 ആയി, അല്ലേ? ഈ ഫേസർ ഡയഗ്രാം നോക്കുക, ഡെൽറ്റയുടെ വാല്യൂ 0 ആയിട്ട് വരികയാണ് വേണ്ടത്. 0 ആയിട്ട് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ ഇററും റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനിൽ അതേ ടേം നമ്മൾ കോസ് ഡെൽറ്റക്ക് 1 കൊടുക്കും, സൈൻ ഡെൽറ്റ 0 ആക്കുമ്പോൾ എന്തായി, IM/NIS വരും. IM/NIS വരും. അതുകൊണ്ട് ഇവിടെയോ റേഷ്യോ എററോ, ഇത് 1ഉം ഇത് 0 ആക്കുമ്പോൾ IE/IS വരും. IE/IS വരും. ഇനി IP = NIS. അപ്പം നമുക്ക് അതിനെ റിട്ടേൺ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. ഇവിടം വരെ വെച്ച് നിർത്തിയാലും ഓക്കെയാണ്, കറക്റ്റാണ്. അപ്പം ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കുക. ഡെൽറ്റ = 0നോട് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള
റേഷ്യോ ഇറും ഫേസ് ആംഗിൾ ഇറും. ഇല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ഇവിടം വരെയാണ്, ഈ ടേം വരെ ഇറർ ഓർത്ത് എഴുതുക. ഇതിനിപ്പം അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, 2 വാട്ട് മീറ്റർ മെത്തേഡിൻ്റെ ആണ്. എക്സ്പ്ലെയിൻ ഹൗ പവർ ക്യാൻ ബി മെഷേർഡ് ഇൻ എ 3-phase സർക്യൂട്ട് യൂസിങ് 2 വാട്ട് മീറ്റർ വിത്ത് നീ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ഇൻ അൺബാലൻസ് ലോഡ് കണ്ടീഷനാണ്. 2 വാട്ട് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? 2 ഫേസിൽ കണക്ട് ചെയ്യും. പ്രഷർ കോയിൽ വന്നിട്ട് ഒരു കോമൺ പോയിന്റിലേക്ക് 3rd ഫേസിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് സ്റ്റാർ കണക്റ്റഡും ഇത് ഡെൽറ്റ കണക്റ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഫേസർ ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഒരു സർക്യൂട്ടിനാണ് ഇത് വരച്ചിരിക്കുന്നത്. എന്താണ്? പ്രഷർ കോയിൽ എങ്ങനെയാണ്? V1 V3യിലും ഇവിടെ V2 V3യിലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ V13 ആണ് വന്നിരിക്കുന്നത്. V1 V2 V3. V13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V3 റിവേഴ്സ് ചെയ്യുന്നു, V13 കിട്ടുന്നു. V23 എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടുന്നു. ഇനി കറണ്ട് I1 ലാഗ് ചെയ്തിരിക്കുന്നു, ഇവിടെയും കറണ്ട് I2 ലാഗ് ചെയ്ത് വരച്ചിരിക്കുന്നു. അപ്പം വാട്ട് മീറ്റർ W1 എന്തായിരിക്കും റീഡ് ചെയ്യുന്നത്? V13 അല്ലേ? V13. ഇനി എന്താണ്? I1. ഇനി അത് തമ്മിലുള്ള ആംഗിൾ എത്രയാ? ഇതാണ് ആംഗിൾ അല്ലേ? ആ ആംഗിൾ എത്രയാ? കോസ്. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ കോസ് 30 മൈനസ് 5. ഈ 30 എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് V1, ഇത് V2, ഇത് V3. ഇത് തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്. ഇത് റിവേഴ്സ് ചെയ്യുമ്പോൾ ഇത് 180 ആണ്, ഇല്ലെങ്കിൽ ഇതും 180 ആണ്. ഇത് 180 വരുമ്പം ഇത് എന്ത് വരുന്നു? ഇത് 120 ഉണ്ട്. 120യിൽ നിന്ന് 180യിൽ നിന്ന് 120, ഇത് 180 ഉണ്ട്, ഇത് 120 ഉണ്ട്. അപ്പോൾ ഇതെത്രയായിരിക്കും? 60. അപ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്നത്, 30. ക്ലിയർ ആയെന്ന് തോന്നുന്നു. അതുകൂട്ട് തന്നെയാണ് ഇവിടെയും. 30 ഇവിടെയും വരും, 30 ഇവിടെയും വരും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കോസ് 30 മൈനസ് ആൽഫ കിട്ടും. ആൽഫയല്ല 5, ആംഗിൾ ഡിഫറൻസ് 5. V13 I1 കോസ് 30 മൈനസ് 5. V13 എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻ വോൾട്ടേജ് ആയത് കാരണം √3 ഇൻറ്റു ഫേസ് വോൾട്ടേജ് അതെഴുതി. ഇനി അടുത്തതോ വാട്ട് മീറ്റർ 2 എങ്ങനെയാണ്? V23 I3 I2 V23 I2 കോസ് 30 പ്ലസ് 5. എല്ലാ കാരണവും ലാഗ് ചെയ്ത് വരച്ചിരിക്കുകയാണ്, ഒരു 5 ആംഗിൾ ഡിഫറൻസ് ലാഗ് ചെയ്ത് വരച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇക്വേഷനോ √3 VI കോസ് 30 പ്ലസ് 5ഉം ഇവിടെ കോസ് 30 മൈനസ് 5ഉം കിട്ടി. ഇനി P1 പ്ലസ് P2 ആണ് ടോട്ടൽ പവർ. അപ്പോൾ എന്ത് ചെയ്യും? √3 VI നമ്മൾ എടുക്കുന്നു, കോസ് 30 മൈനസ് 5 ഇതിൻ്റെ അഡീഷൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പം ഇവിടെ ടോട്ടൽ പവർ P1 പ്ലസ് P2 ആണ്. P1 പ്ലസ് P2 എടുക്കുമ്പോൾ എന്താ? √3 VI നമ്മൾ കോമൺ എടുക്കുന്നു. ബാക്കി എന്താ? കോസ് 30 മൈനസ് 5ഉം കോസ് 30 പ്ലസ് 5ഉം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് വരണേന്ന്. കോസ് 30 മൈനസ് 5 പ്ലസ് കോസ് 30 പ്ലസ് 5 കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഈ രണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സൈൻ 30 സൈൻ 5 മൈനസ് സൈനുള്ള കാരണം ക്യാൻസലായി. 2 കോസ് 30 കോസ് 5 വരും. കോസ് 30 എത്രയാണ്? 60 30 കോസ് 30 1 2 √3 കോസ് 30 is √3/2. അപ്പോൾ √3/2 എന്ന് പറഞ്ഞാൽ √3 കോസ് 5 വരുള്ളൂ അല്ലേ? ഈ 2 √3/2ൻ്റെ 2 ഈ 2 ആയിട്ട് ക്യാൻസലായി. അപ്പോൾ എന്ത് കിട്ടി? √3 കോസ് 5 കിട്ടി. നമുക്ക് ഓൾറെഡി √3 VI ഉണ്ട്. അപ്പോൾ √3 VI ഇൻറ്റു ഈ ടേം നമ്മൾ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് √3 കോസ് 5 ആണ്. അപ്പോൾ എന്താ വരുന്നത്? 3 VI കോസ് 5. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 3 VI കോസ് 5. P = P1 പ്ലസ് P2. അപ്പോൾ എന്താ? ടോട്ടൽ പവർ 3 V ഫേസ് I ഫേസ് കോസ് 5 നമുക്ക്
രണ്ട് വാട്ട് മീറ്ററും ആഡ് ചെയ്തപ്പോൾ കിട്ടി. ഇനി 2 വാട്ട് മീറ്ററിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണല്ലോ, P1 മൈനസ് P2 എടുക്കുകയാണെങ്കിലോ ഓട്ടോമാറ്റിക്കാം. 2 വാട്ട് മീറ്ററിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ √3 VI cos 30 മൈനസ് 5 മൈനസ് cos 30 പ്ലസ് 5. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോഴോ cos A cos B പ്ലസ് sin A sin B. ഇവിടെ ഒരു മൈനസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ cos A cos B മൈനസ് sin A sin B. അപ്പോൾ എന്താ ഇവിടെ ഈ നെഗറ്റീവ് അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പ്ലസ് വരും. അപ്പോൾ എന്താ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണ് ഇനി അല്ലേ. cos 30 cos 5 എന്ത് ചെയ്യും മൈനസ് ആയി. അപ്പോൾ 2 sin 30 sin 5 വരും. sin 30 എത്രയാണ് 1/2. അപ്പോൾ എന്തായി sin 5 മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും √3 VI sin 5. ഇത് മൊത്തം ടേം റെഡ്യൂസ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ sin 5. അപ്പോൾ √3 VI sin 5 നമുക്ക് അപ്പോൾ എന്താ കിട്ടിയത് P1 മൈനസ് P2. P1 മൈനസ് P2 ബൈ P1 പ്ലസ് P2 എന്ന് പറഞ്ഞാൽ √3 VI sin 5 ബൈ 3 V5 sin 5 എന്ന് വെച്ചാൽ എന്താ tan 5 ബൈ √3 വന്നു. tan 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ √3 ഇൻറ്റു W1 മൈനസ് W2 ബൈ W1 പ്ലസ് W2. ഇതാണ് tan 5. അപ്പം നമുക്ക് 2 വാട്ട് മീറ്ററിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് അതിനോട് √3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയാക്റ്റീവ് പവറും 2 വാട്ട് മീറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആക്റ്റീവ് പവറും നമുക്ക് കിട്ടും. എന്നിട്ട് cos 5 കിട്ടണമെങ്കിൽ ഈ 5ൽ നിന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് പറ്റും. ഇതാണ് 2 വാട്ട് മീറ്റർ മെത്തേഡ്. 2 വാട്ട് മീറ്റർ മെത്തേഡ് ഇത് തന്നെ സ്റ്റാർ കണക്ഷനിലും ഡെൽറ്റ കണക്ഷനിലുള്ള പവർ മെഷർ ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി P1 മൈനസ് P2 2 വാട്ട് മീറ്ററിൻ്റെ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി √3 VI sin 5 ആണ് കിട്ടിയത്. അപ്പം 2 വാട്ട് മീറ്ററിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് √3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റിയാക്റ്റീവ് പവറും P1 പ്ലസ് P2 എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും ടോട്ടൽ ആക്റ്റീവ് പവറും കിട്ടും. അതിൽ നിന്ന് നമുക്ക് tan 5ഉം സിമിലർലി നമുക്ക് അതിൽ നിന്ന് cos 5ഉം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം 2 വാട്ട് മീറ്റർ സ്റ്റാർ കണക്റ്റഡിലും ഡെൽറ്റ കണക്റ്റഡിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വാട്ട് മീറ്ററിൻ്റെ പവർ മെഷർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. സോ ഇതോടെ മൊഡ്യൂൾ 2 തീർന്നിരിക്കുകയാണ് എല്ലാ ക്വസ്റ്റിനും. താങ്ക് യു.